എൻ്റെ ചാനൽ കാണുന്നവരോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒരു സഹോദരിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ. ഈ കല്ലുള്ള മൂക്കുത്തിന്ന് നിങ്ങൾ വെളിച്ചം വരികയാണ്, റിഫ്ലക്ഷനാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് കാണിക്കുക എനിക്ക്. പിന്നെ രണ്ടാമതൊരു കാര്യം, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചാനലിൽ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കാനുള്ള ഒരു ഫോട്ടോ ഉണ്ട്. അത് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കല്ലുള്ള ഒരു മൂക്കുത്തിയിൽ നിന്ന് അങ്ങനെ ഒരു രൂപം പ്രത്യക്ഷപ്പെടുമെന്നൊന്ന് നിങ്ങൾ നോക്ക്. നിങ്ങളോട് ഞാനിങ്ങനെ പറയുമ്പം കണ്ടില്ല, നേരത്ത് ഞാൻ എടുക്കുന്ന വീഡിയോ ആണിത്. നിങ്ങളോട് സംസാരിക്കുമ്പം പോലും എൻ്റെ മൂക്കുത്തിയിൽ നിന്ന് ഇങ്ങനെ കത്തുന്ന നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾക്കൊന്നും കണ്ണില്ലേ മനസ്സിലാക്കാനുള്ള? വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല. ചില ആളുകൾക്കൊന്നും പറയുന്നത് എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല. നിങ്ങളെ വീട്ടിലുള്ള ആരെങ്കിലും മൂക്കുത്തി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫാൻസി കടയിൽ പോയിട്ട് 10 രൂപയ്ക്ക് കിട്ടുന്ന മൂക്കുത്തി വാങ്ങി ഒന്ന് മൂക്കിലിട്ടിട്ട് ഫോണൊന്ന് പിടിച്ച് നിങ്ങളൊന്ന് സംസാരിക്കുക. അപ്പം അറിയാം. എൻ്റെ ഫോണ് മോട്ടോ ഫോണാണ് എൻ്റെ ഫോണ്. ഇതെനിക്ക് എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണെന്ന് തോന്നിയിട്ട് എൻ്റെ മകൻ്റെ ഫോണ്, എൻ്റെ മകളെ ഫോണൊക്കെ ഉപയോഗിച്ച് ഞാൻ പരീക്ഷിച്ച് നോക്കിയത് എൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് തോന്നിയിട്ട് ഒരു ചാനലിൽ വന്നിട്ട് ഇങ്ങനത്തെ എന്താ പറയുക, വിഡ്ഢിത്തരായ കാര്യം പറയാൻ മാത്രം മണ്ടിയല്ല. സമയമാകുമ്പോൾ ഞാൻ ഭക്ഷണമാണ് കഴിക്കുന്നത്, അതായത് ചോറാണ് കഴിക്കുന്നത്. ഞാൻ ഈ സോഷ്യൽ മീഡിയ ഒക്കെ കണ്ട് വളർന്നൊരു പെണ്ണ് തന്നെയാണ്. അതുകൊണ്ട് ഇതിൽ കയറി വന്ന് ഒരു കള്ളം പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിച്ചിട്ട് എനിക്ക് ഒന്നും കിട്ടാനില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. പിന്നെ ഒരു സഹോദരി എനിക്ക് നിരന്തരം കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് സന്തോഷമുള്ളൂ. കാരണം അവൾ എന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് കമൻ്റ് ഇടാം. പക്ഷെ ഒരു ദിവസം അവൾക്ക് മനസ്സിലാവും എന്താണിതെന്ന്. സഹോദരി അത് ആദ്യം മനസ്സിലാക്കുക. എനിക്കിങ്ങനെ കള്ളത്തരം പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? സ്വയം നാറണ പണിയോ ഏതെങ്കിലും ഒരു മനുഷ്യശ്രീ എടുക്കുമോ? അതാദ്യം നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി. ഇതിങ്ങനെ നിങ്ങളോട് ഞാൻ ഈ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മൂക്കുത്തിയിൽ നിന്ന് ഇങ്ങനെ വെട്ടം വരുന്നത്, പ്രകാശം വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇതെന്താ നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാലൊന്നും മനസ്സിലാവുന്നില്ലേ? അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ചാനലിട്ട് കളിക്കുകയാണെങ്കിൽ. പിന്നെ ഒരാൾ പറഞ്ഞു, ഞാൻ ഈ ചാനലിൽ ഇങ്ങനെ നിരന്തരം ഞാൻ റീപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ റീപ്ലൈ കൊടുക്കും, കാരണം ഞാൻ പറയുന്ന കാര്യം സത്യമായ കാര്യമാണ്. അപ്പം എന്നെ പറ്റി എനിക്ക് ഭ്രാന്താന്ന് പറയുമ്പോൾ ഞാൻ മറുപടി കൊടുക്കും. മറ്റുള്ള ആളുകൾ അത് കേട്ട് മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ പ്രാധാന്യമാണ്. ഞാൻ എന്ന ഷീന എന്ന വ്യക്തിക്ക് എനിക്ക് എൻ്റെതായ ചില കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ പറയുന്ന കാര്യം സത്യസന്ധ ആയതുകൊണ്ട് ഞാൻ അതിന് പ്രതികരിക്കുന്നു. അതിലെനിക്ക് യാതൊരു പ്രശ്നം തോന്നുന്നില്ല. മനസ്സിലായോ? ഈ വെട്ടം എൻ്റെ കൂടെ ഉള്ള ഒരു ചൈതന്യമാണ്. ഞാൻ അയ്യപ്പ ഭക്തിയാണ്. എനിക്ക് 2.5 വർഷം, ഏകദേശം 3 വർഷത്തോളമായി കാണാം. 2.5 വർഷമൊക്കെ കഴിഞ്ഞു. ഇത് ചൈതന്യം എൻ്റെ ഒപ്പം ഉണ്ട്. അത് സത്യകാര്യമാണ്. സത്യത്തിനെ കാണാനുള്ള കണ്ണ് ആർക്കുമില്ല. വിഡ്ഢിത്തരം കെട്ടുന്നവരെ പിറകെ പോകാതെ സത്യം എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കുക സഹോദരന്മാരും സഹോദരിമാരും. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളെ വീട്ടിലൊരു മുക്കുത്തി വാങ്ങി നിങ്ങളൊന്ന് പരിശോധിക്കുക. എന്നിട്ട് പോയിട്ട് അതിൽ പോയിട്ട് കമൻ്റ് ഇട്. എത്ര പറഞ്ഞാലും നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല മക്കളെ. കഷ്ടം.